നമസ്കാരം. കേരളത്തിന്റെ വികസന മുന്നേറ്റങ്ങളും ജനക്ഷേമ പദ്ധതികളും ഒരേ വേദിയിൽ അണിനിരത്തി രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് കോഴിക്കോടും ആവേശകരമായ വരവേൽപ്പ്. മെയ് 3 മുതൽ 12 വരെ കോഴിക്കോട് ബീച്ചിലായിരുന്നു ഈ ജനകീയ ഉത്സവത്തിന് സാക്ഷ്യം വഹിച്ചത്. ഒപ്പം കുടുംബശ്രീയുടെ ദേശീയ സരസ് മേളയും മേളയ്ക്ക് മാറ്റുകൂട്ടി. കോഴിക്കോടിന്റെ മണ്ണിൽ അരങ്ങേറിയ ഈ വികസന സാംസ്കാരിക മാമാങ്കത്തിന്റെ വിശേഷങ്ങളിലേക്ക്. മാനാഞ്ചിറയിൽ നിന്ന് ആരംഭിച്ച ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ സമാപിച്ച വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് കോഴിക്കോട്ടെ എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തുടക്കം കുറിച്ചത്. മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഓൺലൈൻ ലൈവ് നിർവഹിച്ചു. സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ 3.5 ലക്ഷത്തിലധികം സംരംഭങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത്. കേരളത്തിൽ രൂപപ്പെട്ടു വന്ന ഈ സംരംഭക പ്രോത്സാഹന അന്തരീക്ഷം കുടുംബശ്രീ ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്റെ കേരളം മേളയോടൊപ്പം കുടുംബശ്രീയുടെ ദേശീയ സരസ് മേളയ്ക്കും ഇതേ വേദിയിൽ തുടക്കമായി. പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി ശ്രീ PM മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വനം വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. മാനാഞ്ചിറയിൽ നിന്ന് തുടങ്ങി ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ സമാപിച്ച ഘോഷയാത്രയോടെയാണ് തുടക്കം കുറിച്ചത്. ജനപ്രതിനിധികളും സർക്കാർ ഉദ്യോഗസ്ഥരും കുടുംബശ്രീ പ്രവർത്തകരും വിദ്യാർത്ഥികളുമെല്ലാം അണിനിരന്നു. എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്കൊപ്പം തന്നെ കുടുംബശ്രീ ദേശീയ സരസ് മേളയ്ക്കും ബീച്ചിൽ തുടക്കമായി. പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. ഈ 4 വർഷത്തെ സർക്കാരിൻ്റെ ഇടപെടലും ഓരോ നിയമസഭാ മണ്ഡലത്തിലും MLA-മാരുടെ നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലുകളും എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ വലിയ നിലയിലേക്കുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ മുഖ്യാതിഥിയായി. മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്, MLA-മാർ തുടങ്ങിയവർ സംബന്ധിച്ചു. മേളയുടെ ഭാഗമായി കോഴിക്കോട് കടപ്പുറത്ത് 500ഓളം പ്രദർശന വിപണന സേവന സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട്. വിവിധ സർക്കാർ വകുപ്പുകൾ, ഏജൻസികൾ, കുടുംബശ്രീ യൂണിറ്റുകൾ തുടങ്ങിയവയുടെ നേതൃത്വത്തിലാണ് സ്റ്റാളുകൾ ഒരുക്കിയിട്ടുള്ളത്. ഇതോടനുബന്ധിച്ച് ഭക്ഷ്യമേളയും ഒരുക്കിയിട്ടുണ്ട്. വ്യത്യസ്ത കലാപരിപാടികളും ഓരോ ദിവസവും അരങ്ങേറും. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ, വിവിധ വകുപ്പുകളുടെ സേവനങ്ങൾ, സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ, സാംസ്കാരിക പരിപാടികൾ, ഭക്ഷ്യമേള, അങ്ങനെ കോഴിക്കോട് ബീച്ച് അക്ഷരാർത്ഥത്തിൽ ജനസമുദ്രമായി മാറിയ കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഏകദേശം 500ഓളം പ്രദർശന വിപണന സേവന സ്റ്റാളുകളാണ് ഇവിടെ ഒരുക്കിയിരുന്നത്. കേരളത്തിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ മാത്രമല്ല ഇവിടെയുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന രുചിക്കൂട്ടും സുലഭമാണ്. ആ വ്യത്യസ്തത തിരഞ്ഞ് എത്തിയവരാണ് കൂടുതൽ ആളുകളും. കേരള ഫുഡ് പ്രിഫർ ചെയ്യുന്നില്ല, കാരണം പുറത്തുള്ളതല്ലേ നമുക്ക് കിട്ടാത്തത്. അപ്പോൾ കിട്ടാത്തത് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. 14 സ്റ്റേറ്റിൽ നിന്നുള്ള 14 വിഭവങ്ങൾ കൂടാതെ നമ്മുടെ കേരളത്തിലെ പ്രാദേശികമായ വിഭവങ്ങളും കൂടെ നമുക്കിവിടെ ലഭ്യമാണ്. വ്യത്യസ്ത രുചിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ നമ്മളെ കോഴിക്കോട്ടിലേക്ക് എത്തിയാൽ മതി. കുറഞ്ഞ വിലക്ക് വലിയ ഗുണമേന്മയുള്ള ഭക്ഷണം കഴിക്കാം. മേള തുടങ്ങി 2ാം ദിവസം മുതൽ തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് കോഴിക്കോട് ബീച്ചിലേക്ക് ഒഴുകിയെത്തിയത്. പിണറായി സർക്കാരിന്റെ കഴിഞ്ഞ 9 വർഷത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ നേർക്കാഴ്ചയായിരുന്നു ഇവിടെ ഒരുക്കിയിരുന്നത്. പിണറായി വിജയൻ സർക്കാരിന്റെ കഴിഞ്ഞ 9 വർഷത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെയും മുന്നേറ്റങ്ങളുടെയും നേർക്കാഴ്ചയാണ് എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. മേളയുടെ ഭാഗമായി 10 ദിവസം പ്രഗത്ഭർ പങ്കെടുത്ത സാംസ്കാരിക പരിപാടികളും സെമിനാറുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. മറ്റ് അനുബന്ധ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. ശനിയാഴ്ചയാണ് മേളയ്ക്ക് തുടക്കം കുറിച്ചത്. 2 ദിവസം കൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് മേളയിലേക്ക് ഒഴുകിയെത്തിയത്.
സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മേളയെക്കുറിച്ച് ജനങ്ങൾക്കും പറയാനുള്ളത് നല്ല അഭിപ്രായങ്ങൾ മാത്രമാണ്. കുട്ടികളെ കാണാൻ പറ്റിയതും വലിയ ആളുകളതും എല്ലാം ഉണ്ട്. പ്രദർശനം അടിപൊളിയല്ലേ. കേരളത്തിന് പറഞ്ഞാൽ ഇപ്പോൾ കോഴിക്കോടാകുമ്പോൾ പിന്നെ അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. കേരളം അടിപൊളിയല്ലേ. യുവ പ്രതിഭാ സംഗമം, കലാകായിക അഭ്യാസ പ്രകടനങ്ങൾ എന്നിവ മേളയുടെ മാറ്റുകൂട്ടി. വിവിധ വകുപ്പുകൾ നൽകുന്ന സേവനങ്ങളും നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും കുടുംബശ്രീ സംരംഭകരുടെ വിവിധ പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് അടുത്തറിയാൻ ഈ മേള അവസരമൊരുക്കിയിട്ടുണ്ട്. വൈവിധ്യങ്ങളാർന്ന ഉൽപ്പന്നങ്ങളും മേളയിൽ ലഭ്യമാണ്. എൻ്റെ കേരളം മേളയുടെ ഭാഗമായി നടന്ന കുടുംബശ്രീ ദേശീയ സരസ് മേള അതിജീവനത്തിന്റെ കരുത്തുറ്റ മുഖങ്ങളെ കൂടിയാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. പ്രത്യേകിച്ച് 2024 ഉരുൾപൊട്ടൽ ദുരന്തത്തെ അതിജീവിച്ച ചൂരൽമലയിൽ നിന്നുമുള്ളവരുടെ സാന്നിധ്യം. ജൂലൈ 30 പുഞ്ചിരിമറ്റത്തെയും അട്ടമലയിലെയും മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും സാധാരണക്കാരായ മനുഷ്യരുടെ ജീവനും സ്വത്തും ഉരുളെടുത്ത ദുരന്ത ദിനം. അന്ന് മുണ്ടക്കൈക്കാരായ സുഹൈലിനും ഫിർഷാദിനും ഉറ്റവരും വീടും നഷ്ടപ്പെട്ടു. ഷുഹൈബിനാകട്ടെ വീടും നഷ്ടമായി. ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട മൂവരും സമാനമായ അവസ്ഥയുണ്ടായ റാഷിദിനെയും സിനാനെയും ഒപ്പം കൂട്ടി അതിജീവനത്തിനായി പുതിയ ഒരു സംരംഭം തുടങ്ങി. വൈൻ ക്രൈവ് എന്ന പേരിൽ വയനാടിന്റെ സുഗന്ധദ്രവ്യങ്ങളും തേനും വിൽക്കുന്ന സംരംഭമായിരുന്നു അത്. ആ സംരംഭവും ഉൽപ്പന്നങ്ങളുമായി ഇവർ കോഴിക്കോട് എൻ്റെ കേരളം മേളയുടെ ഭാഗമായി നടക്കുന്ന കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെ സ്റ്റാളിലുണ്ട്. ഇതിപ്പോൾ നമ്മൾ ആക്ച്വലി പ്രളയത്തിന് ശേഷം സ്റ്റാർട്ട് ചെയ്തൊരു ബ്രാൻഡാണ്. ബ്രാൻഡിൻ്റെ പേര് വൈൻ ക്രൈവ് എന്നാണ്. മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വയനാടിൻ്റെ സ്പൈസസ്, അതിൻ്റെ കൂടെ തന്നെ എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി സ്പൈസസ് ആൻഡ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആക്ച്വലി നമ്മൾ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. 9ഓളം ഫ്ലേവേർഡ് ടീ പൗഡേഴ്സ് ഇപ്പോൾ നമുക്ക് നിലവിൽ മാർക്കറ്റിലുണ്ട് നമ്മളെ പ്രൊഡക്റ്റ് ആയിട്ടാണ്. കോഫി പൗഡേഴ്സൊക്കെ ആയിട്ട് നന്നായിട്ട് പോകുന്ന സന്തോഷം. ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കൂട്ടുകാരെ നഷ്ടപ്പെട്ട CDS പ്രവർത്തക S. അബിത രക്ഷാപ്രവർത്തകർക്കൊപ്പം ശുചീകരണ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന കാഴ്ച ഏവരുടെയും മനസ്സിനെ നൊമ്പരപ്പെടുത്തിയിരുന്നു. ദുഃഖങ്ങൾ മറക്കാൻ സന്നദ്ധ പ്രവർത്തനത്തിനിറങ്ങിയ സബിതയെ കേരളത്തിന്റെ പൊതുസമൂഹം അന്ന് അഭിനന്ദിക്കുകയും ചെയ്തു. ഉരുൾപൊട്ടൽ ദുരന്തം എല്ലാം തകർത്ത സബിത ചൂരൽമല സൃഷ്ടി ഹാൻഡിക്രാഫ്റ്റ് എന്ന പേരിൽ പൊതുസമൂഹത്തിന് അതിജീവനത്തിന്റെ പുതിയ പാഠം പകരുകയാണ് ഇപ്പോൾ. ചിരട്ട കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളും മുളങ്കുറ്റിയും മരത്തിൽ നിന്ന് തയ്യാറാക്കിയ കമ്മലുകളും മാലകളുമായി സബിത കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന മേളയിലുമുണ്ട്. വർക്കേഴ്സ് ഒന്നും ഇല്ലാത്തത് കാരണം തനിച്ചാണ് വർക്കെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ മേളയാണ് ഇപ്പം എൻ്റെ ഒരു ആശ്രയം. അപ്പോൾ ഇതും നമ്മുടെ ചൂരൽമല ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ സ്റ്റാള് കിട്ടിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ മാത്രമല്ല, ഇതുപോലെ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്കുള്ള പ്രചോദനത്തിന്റെ വേദി കൂടിയാണ് എൻ്റെ കേരളം മേളയും ദേശീയ സരസ് മേളയും. ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും മനുഷ്യർ സർക്കാരിനും സമൂഹത്തിനുമൊപ്പം പുതുജീവിതത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഇത്തരം അതിജീവനത്തിന്റെ മാതൃകകൾക്കൊപ്പം സർക്കാരിന്റെ വികസന മുന്നേറ്റങ്ങൾ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അവതരിപ്പിച്ച സ്റ്റാളുകളും ഏറെ ശ്രദ്ധേയമായി. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ സ്റ്റാൾ ഇതിനൊരു ഉദാഹരണമാണ്. കോഴിക്കോട് ജില്ലാ ജയിലിന്റെ മാതൃകയിലാണ് എൻ്റെ കേരളം മേളയിലെ ജയിൽ വകുപ്പിന്റെ സ്റ്റാൾ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ സംസ്ഥാനത്തെ വിവിധ ജയിലുകളുടെ മാതൃകകളും അവയുടെ വിവരങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഒരിക്കലും ആരും അങ്ങോട്ടേക്ക് എത്തിപ്പെടുന്നത് തന്നെയാണ് ആഗ്രഹം. പക്ഷെ ഇവിടെ വന്ന് സാറ് പറഞ്ഞു കേട്ടപ്പോഴാണ് കൂടുതലായിട്ടും നമുക്ക് ബോധ്യപ്പെടുന്നത് ഇത്രയും നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തുണ്ടെന്നുള്ളത്. പഴയ കാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ച പടവാളും തോക്കും ഇവിടെ പ്രദർശനത്തിലുണ്ട്. പ്രളയകാലവും ഉരുൾപൊട്ടൽ ദുരന്തവുമെല്ലാം അതിജീവിക്കാൻ മലയാളിക്കൊപ്പം മികച്ച സർക്കാർ സംവിധാനമുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനത്തിന്റെ മുൻനിരയിൽ കേരളത്തിന്റെ അഭിമാനമായ അഗ്നിരക്ഷാസേനയും. കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലെ സ്റ്റാളിൽ കയറിയാൽ അതിന്റെ നേർസാക്ഷ്യം കാണാം. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ആദ്യ നാളിൽ മുണ്ടക്കൈയിൽ നിന്നും കുത്തിയൊഴുകുന്ന പുഴവെള്ളത്തിന് കുറുകെ വടം കെട്ടി പിഞ്ചുകുഞ്ഞിനെ സുരക്ഷിതമായി ചൂരൽമലയിലേക്ക് എത്തിച്ച ആ രംഗം അതുപോലെ തന്നെ സ്റ്റാളിലും പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്.
അന്ന് രക്ഷാദൗത്യം നടത്തിയ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥൻ നിഖിൽ മല്ലിശ്ശേരി അടക്കമുള്ളവരും കേരള ഫയർഫോഴ്സിന്റെ സ്റ്റാളിൽ സജീവമാണ്. ഒരു ഫയർഫോഴ്സുകാരൻ എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും അഭിമാനമുണ്ട്. നമ്മളെല്ലാവരും കൂടി ചെയ്ത ഒരു ടീം വർക്കായിരുന്നു അവിടെ. പൊതുജനങ്ങൾക്ക് സുരക്ഷ എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ ഉപകാരത്തിൽപ്പെടുന്ന ചോക്കിംഗ് ആയാലോ അല്ലെങ്കിൽ CPR കൊടുക്കേണ്ട ഗ്യാസ് ലീക്ക് ഉണ്ടാകുന്നത് അങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മളിവിടെ ക്ലാസ്സായിട്ട് തന്നെ ബോധവൽക്കരണം നടത്തുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, കാർഷികം, നവകേരളം, വ്യവസായം, പട്ടയം എന്നിങ്ങനെയുള്ള ക്യൂബിന്റെ വശങ്ങൾ മാറ്റുന്നതിനനുസരിച്ച് ഓരോ വകുപ്പുകളിലെയും വികസന നേട്ടങ്ങൾ വലിയ LED വാളിൽ തെളിയുന്ന ഇന്ററാക്റ്റീവ് ക്യൂബ് ഡിസ്പ്ലേ ആയിരുന്നു IPRD സ്റ്റാളിലെ പ്രധാന ആകർഷണം. കേരളം കൈവരിച്ച പുരോഗതികളും മാറുന്ന കേരളത്തിന്റെ ദൃശ്യങ്ങളും ഇവിടെ കാണാമായിരുന്നു. ജില്ലയിലെ പ്രധാന സ്ഥലങ്ങൾ വെർച്വൽ റിയാലിറ്റിയുടെ സഹായത്തോടെ പരിചയപ്പെടുത്തിയതും മികച്ച അനുഭവമായി. വിദ്യാഭ്യാസം, ആരോഗ്യം, കാർഷികം, നവകേരളം, വ്യവസായം, പട്ടയം എന്നിങ്ങനെയുള്ള ക്യൂബിന്റെ വശങ്ങൾ മാറ്റുന്നതിനനുസരിച്ച് ഓരോ വകുപ്പുകളിലെ വികസന നേട്ടങ്ങൾ LED വാളിൽ കാണാം. കേരളം കൈവരിച്ച പുരോഗതികൾ, നേട്ടങ്ങൾ, മാറുന്ന കേരളത്തിന്റെ ദൃശ്യങ്ങൾ, ഫോട്ടോ സെൽഫി കോർണറുകൾ, ഗെയിം കോർണറുകൾ, ഡിജിറ്റൽ മാഗസിനുകൾ എന്നിവയും പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പല മേഖലകളിലും കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക്, മറ്റ് രാജ്യങ്ങൾക്ക് മാതൃകയായി തീരുന്നത് എങ്ങനെ എന്ന് ഇതിലെ അനുഭവങ്ങളിലൂടെ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ നമ്മുടെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളുടെയും റോഡുകൾ, ആശുപത്രികൾ, അതിൻ്റെയൊക്കെ ഒരു വെർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് അനുഭവിക്കാൻ പറ്റുന്ന ഒരു സൗകര്യവും അവിടെ ഒരുക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ അപൂർവ നിമിഷങ്ങളുടെ ചിത്രങ്ങളും ഇവിടെയുണ്ട്. എന്റെ കേരളം വികസന പാതയിൽ കോഴിക്കോട്, നമ്മൾ നവകേരളത്തിലേക്ക് ഫോട്ടോ കോർണറുകളും ലഹരിക്കെതിരെ സന്ദേശം നൽകുന്ന ഗെയിം കോർണറും ഒരുക്കിയിട്ടുണ്ട്. ജില്ലയിലെ പ്രധാന സ്ഥലങ്ങൾ വെർച്വൽ റിയാലിറ്റിയുടെ സഹായത്തോടെ പരിചയപ്പെടുത്തുന്ന ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും സ്റ്റാൾ മറ്റൊരു അനുഭൂതിയാണ് കാണികൾക്ക് സമ്മാനിക്കുന്നത്. പൊതുജനങ്ങൾക്ക് അവബോധം നൽകുന്നതിലും സേവനങ്ങൾ പരിചയപ്പെടുത്തുന്നതിലും കേരള പോലീസ് എപ്പോഴും മുന്നിലാണ്. എന്റെ കേരളം മേളയിലും അവരുടെ സ്റ്റാൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകളിൽ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചും കുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷ ഉറപ്പാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചും പോലീസ് സ്റ്റാളിൽ വിശദീകരിച്ചു. നമ്മുടെ ഫോണോ അതല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ ID ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ കൊടുത്തിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നോക്കിയാൽ നമ്മുടെ ആധാർ ഉപയോഗിച്ചുകൊണ്ട് വേറെ ആരെങ്കിലും എത്ര സിമ്മുകൾ എടുത്തിട്ടുണ്ട്, അത് വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നു, നമ്മുടെ നല്ല സിമ്മുകളുണ്ടോ എന്നുള്ളത് മനസ്സിലാവും. നമ്മുടെ ഇമെയിൽ ID ഉപയോഗിച്ചുകൊണ്ട് വേറെ ആരെങ്കിലും ഓപ്പറേറ്റ് ചെയ്യുന്നതിനുള്ള കാര്യവും സ്കാൻ ചെയ്താൽ മനസ്സിലാവും. നിർഭയ മൊബൈൽ ആപ്പ്, പോലീസിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായ പോൾ ആപ്പ്, വിവിധ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ എന്നിവ ഇവിടെ പരിചയപ്പെടുത്തി. എല്ലാം ഇന്ന് വിരൽ തുമ്പിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വകാര്യ നിമിഷങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും വലുതാണ്. ആ ഉത്തരവാദിത്തം കേരള പോലീസിന്റെ കൈകളിൽ ഭദ്രമാണ്. വനിതകൾക്ക് വേണ്ടി തയ്യാറാക്കിയ നിർഭയ മൊബൈൽ ആപ്പ്, പോലീസിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായ പോൾ ആപ്പ്, വിവിധ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ എന്നിവ കാണികൾക്ക് പരിചയപ്പെടുത്തുകയാണ് എന്റെ കേരളം പ്രദർശനമേളയിലൂടെ. പോലീസ് പൊതുജനങ്ങൾക്ക് കൊടുക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന്, ആ സേവനങ്ങൾ എങ്ങനെയൊക്കെ ലഭ്യമാക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് നമ്മുടെ ഒരു മൈക്ക് പെർമിഷൻ എടുക്കണമെങ്കിൽ സാധാരണ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോയിട്ടോ അതല്ലെങ്കിൽ അക്ഷയ വഴിയോ ആണ്. അതല്ലാതെ നമുക്ക് ഇവിടെയുള്ള കുറേ QR കോഡുകൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ പോലീസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ നമുക്ക് അതുവഴി നേടിയെടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണും മെയിലും സുരക്ഷിതമാണോ എന്നറിയാൻ ഈ മേളയിലേക്ക് എത്തിയാൽ മതി. അതോടൊപ്പം ഹാക്ക് ചെയ്യപ്പെട്ടാൽ അതിനുവേണ്ട എല്ലാ സഹായവും സുരക്ഷിതത്വവും സൈബർ പോലീസ് ഒരുക്കി തരുന്നതായിരിക്കും. ഇതെല്ലാം എന്റെ കേരള മേളയിലെ ഈ സ്റ്റാളിലൂടെ പോലീസ് പൊതുജനങ്ങൾക്ക് വിവരിച്ചു നൽകുന്നുണ്ട്. മേളയുടെ പ്രവേശന കവാടത്തിൽ തന്നെ കേരള പോലീസിന്റെ അഭിമാനമായ K9 സ്ക്വാഡിലെ മിടുക്കന്മാരെ അടുത്തറിയാനും അവരുടെ പ്രകടനങ്ങൾ കാണാനും അവസരമുണ്ടായിരുന്നു. വാർത്താശകലങ്ങളിൽ മാത്രം പരിചിതരായ പോലീസ് സേനയിലെ മിടുക്കന്മാരാണിവർ. നിർണായകമായ കേസ് അന്വേഷണങ്ങളിൽ
കേരള പോലീസിനെ സഹായിക്കുന്ന ഇവരെ അടുത്തറിയാനാണ് K9 സ്ക്വാഡ് അവസരം ഒരുക്കിയിരിക്കുന്നത്. പരിശീലനവും പ്രായോഗികതയും കാണികൾക്ക് മുൻപിൽ തങ്ങളുടെ കൃത്യനിർവഹണം പോലെ പുനരാവിഷ്കരിക്കുകയാണ്. പ്രദർശനത്തെക്കുറിച്ച് K9 സ്ക്വാഡ് അംഗം ജിതേഷ്. സ്ക്വാഡുകളിൽ പുതുതായിട്ട് ബെൽജിയം മൽനോയ്സ് എന്ന ഇനത്തിൽപ്പെട്ട ഡോഗുണ്ട്. അതിപ്പോൾ നാട്ടുകാർക്ക് അത്ര ഫെമിലിയറൈസ് അല്ലാത്ത ഡോഗുകളാണ്. അപ്പോൾ അവർക്ക് ആ ഡോഗുകളെ പരിചയപ്പെടാനും അതിൻ്റെ സവിശേഷതകൾ അറിയാനൊക്കെ ഉള്ളൊരു അവസരം കൂടിയാണ്. ട്രാക്കർ ഡോഗാണ്. അതായത് നമ്മൾ ഈ കൊലപാതകം, പിന്നെ കളവ്, അങ്ങനത്തെ കേസുകളൊക്കെ ട്രാക്ക് ചെയ്ത് ചേസ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഡോഗുകളാണെന്ന്. പിന്നെ നമ്മൾ നാർക്കോട്ടിക് ഇതിൽപ്പെടുന്ന ഡോഗുകൾ. സംസ്ഥാനത്തെ പല കുറ്റകൃത്യങ്ങൾക്കും തുമ്പുണ്ടാക്കുന്നതിൽ പോലീസിനെ സഹായിച്ച ഒരു വിഭാഗമാണ് K9 സ്ക്വാഡ്. അന്വേഷണം വഴിമുട്ടി നിന്ന കേസുകളിൽ പ്രതികളെ കണ്ടെത്തി കൊടുത്തിട്ടുണ്ട്. മണം പിടിച്ച് കുറ്റവാളികളുടെ പിറകെ പോകുന്ന ട്രാക്കർ ഡോഗ് മാത്രമല്ല, അനധികൃത മദ്യം പിടിക്കുന്ന ആൽക്കഹോൾ ഡോഗ്, ലഹരി കണ്ടെത്തുന്നതിന് നർക്കോട്ടിക് ഡോഗ്, ബോംബ് ഡിറ്റക്ഷൻ ഡോഗ്, കെഡാവർ ഡോഗ് തുടങ്ങിയ വിഭാഗത്തിലുള്ള നായകളാണ് കേരളത്തിൽ K9 സ്ക്വാഡിലുള്ളത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കൗതുകവും അറിവും പകരുന്ന നിരവധി സ്റ്റാളുകൾ മേളയിലുണ്ടായിരുന്നു. വിനോദസഞ്ചാര വകുപ്പിന്റെ സ്റ്റാളിലെ കളിമൺ നിർമ്മാണവും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സ്റ്റാളിലെ കുട്ടി റേഡിയോ ജോക്കികളും ഇക്കൂട്ടത്തിൽപ്പെടും. ഞങ്ങൾ 3 ചോദ്യം ചോദിക്കും. അതിനെല്ലാത്തിനും ആൻസർ പറഞ്ഞാൽ ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, ആദ്യം തന്നെ ഒരു കുസൃതി ചോദ്യത്തിൽ തുടങ്ങാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം, ചപ്പാത്തിയും ചിക്കൻ ഗുനിയയും തമ്മിലുള്ള വ്യത്യാസം? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ എല്ല്? കറക്റ്റ് ആൻസർ. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആസ്വദിക്കുകയാണ് ഈ കുട്ടി റേഡിയോ ജോക്കികളുടെ ആർജവം നിറഞ്ഞ ചോദ്യങ്ങൾ. കഴിഞ്ഞ തവണത്തെ വാർഷിക പരിപാടിക്ക് അവാർഡ് പടിഞ്ഞാറ്റുമുറി GUP സ്കൂളിലെ ഈ RJ മിടുക്കികൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അധ്യാപകരുടെ പൂർണ്ണ പിന്തുണ, അതാണ് കുട്ടികളുടെ വിജയത്തിന് പിന്നിലെ രഹസ്യം. ഞങ്ങൾ റിയലി ഇത് തുടങ്ങിയത് കൊറോണ ടൈമിലാണ്. നമ്മുടെ ഈ ഒരു പരിപാടി തുടങ്ങിയത് സ്കൂളിലെ കുട്ടികൾക്ക് എല്ലാവർക്കും കേൾക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു FM പോലെ തുടങ്ങിയായിരുന്നു. 21 രാജ്യത്തിലെ ആളുകൾ വരെ ഇത് കേട്ടിട്ടുണ്ട്. ചെറിയ ചോദ്യങ്ങൾക്ക് മുൻപിൽ പകച്ചു നിൽക്കുന്ന മുതിർന്നവർക്കും വലിയ ആവേശമായിരുന്നു കുട്ടി ആർജകൾ. വളരെ പ്രശസ്തമായൊരു നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, കേട്ടില്ലേ? ആ നാടകത്തിന്റെ കർത്താവ് അത് എഴുതിയത്. മനുഷ്യ ശരീരത്തിൽ ആദ്യം വളരുന്ന അവയവം ഏത്? എൻ്റെ കേരള മേളയിലെ പ്രദർശനം കാണാൻ എത്തുന്നവർക്ക് ഏറ്റവും വലിയ വിനോദവും അതുപോലെ തന്നെ അറിവും നൽകുന്ന ഒന്നാണ് ഹലോ പടിഞ്ഞാറ്റുമുറി റേഡിയോ എന്ന അവതരണം. വിനോദസഞ്ചാര വകുപ്പിന്റെ സ്റ്റാളിൽ ഒരുക്കിയ വയലും വീടും അടങ്ങുന്ന ഗ്രാമീണ പശ്ചാത്തലവും തത്സമയ കളിമൺ നിർമ്മാണവും കുട്ടികളിൽ ഏറെ കൗതുകമുണർത്തി. പഴമയുടെ ഈ കാഴ്ചകൾ മുതിർന്നവർക്ക് ഗൃഹാതുരത്വമായ ഓർമ്മകളും സമ്മാനിച്ചു. പഴമ വിളിച്ചോതുന്ന ഈ പ്രദർശനം കാണികളിൽ മറ്റൊരു നവ്യാനുഭവമാണ് തീർത്തത്. കുട്ടികളെല്ലാം ഒരുപോലെ എന്താണെന്നറിയാതെ കൗതുകത്തോടെ ആസ്വദിക്കുകയാണ്. എന്തുണ്ടാക്കുന്നേന്നറിയോ? ചട്ടി. ഓ, ചട്ടിയോ? ഇതിന് മുൻപ് കണ്ടിട്ടുണ്ടോ ഉണ്ടാക്കുന്നത്? കണ്ടിട്ടുണ്ടോ? ആദ്യമായിട്ടാണോ കാണുന്നത്? എടാ, ഇതെന്തുണ്ടാക്കുന്നേന്ന്? മൺപാത്രം. മുൻപ് കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടില്ല. എങ്ങനെയുണ്ട്? എന്താ തോന്നുന്നത്? നന്നായിട്ട്, രസമുണ്ട്. എന്താ തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ? ചെയ്ത് നോക്കാൻ തോന്നുന്നുണ്ട്, പക്ഷേ ഇപ്പൊ മണ്ണൊക്കെ ആവില്ലേ, അതുകൊണ്ടാണ്. എനിക്ക് ഇതുപോലെ ഈ വയലും വീടും സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ മുമ്പ്? വയലൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അപ്പം അത് ഇതുപോലെ വീടുകളും കാര്യങ്ങളും ഇതേപോലത്തെ വീടൊന്നും കണ്ടിട്ടില്ല. ആദ്യമായിട്ട്. പഴയ കാലത്തേക്ക് ഇനിയൊരു തിരിച്ചുപോക്കില്ലെന്നാണ് കളിമൺ പാത്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പറയാനുള്ളത്. പിന്നെ ഞങ്ങളെ മക്കളൊന്നും ഇത് ചെയ്യുന്നില്ല, അവർക്ക് താല്പര്യമില്ല. ഇപ്പോൾ മണ്ണും കിട്ടാനില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ ചിലവും കുറവാണ്. ഇതൊക്കെയാണ്. ആവശ്യക്കാരും കുറവാണ്. ഇപ്പോൾ മേഖല ആരും നിൽക്കില്ല. ഇപ്പോൾ ടൂറിസം മേഖലയിലെ മികച്ച നേട്ടങ്ങൾ വീണ്ടും വീണ്ടും വിളിച്ചോതുന്നതാണ് എൻ്റെ കേരളം പ്രദർശനമേളയിലെ ഈ സ്റ്റാൾ. മലയാള സിനിമയുടെ സുവർണകാല ഓർമ്മകൾ ഉണർത്തി മേളയിൽ ഒരുക്കിയ മിനി തിയേറ്ററും ജനപ്രിയമായി.
JC ഡാനിയലിന്റെ കാലം മുതൽ മലയാള സിനിമ പ്രേക്ഷകർക്ക് സമ്മാനിച്ച നിരവധി ക്ലാസിക് ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച മിനി തിയേറ്റർ എപ്പോഴും ഹൗസ്ഫുള്ളായിരുന്നു. കബനി നദി ചുവന്നപ്പോൾ, ചെമ്മീൻ, കിരീടം, നിർമാല്യം, പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദി സെയിന്റ് തുടങ്ങിയ നിരവധി ജനപ്രിയ സിനിമകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചത്. മലയാള സിനിമയ്ക്ക് ജീവന്റെ തുടിപ്പുകൾ നൽകിയതിൽ JC ഡാനിയലിന്റെ പങ്ക് ചെറുതല്ല. അതുകൊണ്ട് തന്നെ JC ഡാനിയലിന്റെ സിനിമകൾക്ക് എന്നും ആരാധകർ ഏറെയുണ്ടായിരുന്നു. അതിന് ഇന്നും ഒരു മാറ്റവും വന്നിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മിനി തിയേറ്ററിലെ ആളുകളുടെ തിരക്ക്. 80 കസേരകളാണ് മിനി തിയേറ്ററിൽ ഒരുക്കിയിരിക്കുന്നത്. സിനിമാ പ്രേമികൾക്കായി ദിവസവും 3-4 വ്യത്യസ്ത സിനിമകൾ പ്രദർശിപ്പിക്കും. ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ സിനിമകളാണ് പ്രധാനമായും വെള്ളിത്തിരയിൽ നിറഞ്ഞാടുന്നത്. കബനി നദി ചുവക്കുമ്പോൾ, കുട്ടിസ്രാങ്ക്, ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം, പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദി സൈറ്റ്, 1921, ആലിസിന്റെ അന്വേഷണം, ഗോഡ് ഫാദർ, ചെറിയാച്ചന്റെ ക്രൂരതകൾ, അനുഭവങ്ങൾ, പാളിച്ചകൾ, ചെമ്മീൻ, കിരീടം, നിർമാല്യം, ഒഴിമുറി തുടങ്ങിയ ജനപ്രിയ സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത്. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിനും മേളയിൽ പ്രാധാന്യം നൽകിയിരുന്നു. ആരോഗ്യ വകുപ്പിന്റെ സ്റ്റാൾ ഈ വിഷയത്തിൽ ശ്രദ്ധേയമായ ഇടപെടലാണ് നടത്തിയത്. മയക്കുമരുന്നിന് അടിമപ്പെട്ടവരുടെ ഭീകരമായ അവസ്ഥയും അവരുടെ മാനസിക ശാരീരിക വെല്ലുവിളികളും വ്യക്തമാക്കുന്നതായിരുന്നു ആരോഗ്യ വകുപ്പിന്റെ സ്റ്റാൾ. ലഹരിയുടെ അപകടങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് അവബോധം നൽകാൻ ഇത് സഹായകമായി. എല്ലാത്തിനും കാരണം നീയൊക്കെ ജീവിച്ചിട്ട് ആർക്കാ അവിടെ ഗുണം? മയക്കുമരുന്നിന് അടിമപ്പെടുന്നവർ എന്ത്, എപ്പോൾ, എങ്ങനെ പ്രതികരിക്കുമെന്നത് നാം ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. വളരെ വേഗത്തിലാവും അവരുടെ പ്രതികരണം. ചുറ്റുമുള്ളവരെ പരിഭ്രാന്തരാക്കുന്ന രീതിയിലാകും പെരുമാറ്റം. ഈ അവസ്ഥ എത്ര ഭയങ്കരമാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ സ്റ്റാളിലെത്തുന്നവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഓഡിറ്ററി ഹാലുസിനേഷൻ എന്തായിരിക്കും എന്ന് ജസ്റ്റ് ഈ ബോക്സിനുള്ളിൽ പോയാൽ എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പം അങ്ങനെ ഡ്രഗ് അഡിക്ട്സ് ആയ പേഷ്യൻസ് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളൊരു വോയിസ് ഓവർ കൊടുത്താണ്. ഇതിന്റെ അപകടം എത്രത്തോളമാണെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സ്കൂളുകളിലും കോളേജുകളിലും ഉൾപ്പെടെ ഈ പദ്ധതി കൊണ്ടുവരണമെന്നാണ് കാഴ്ചക്കാരുടെ അഭിപ്രായം. പാരമ്പര്യത്തിന്റെ തനിമയും വൈവിധ്യങ്ങളുടെ പുതുമയും സംയോജിപ്പിച്ച് ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ സ്റ്റാളും മേളയിൽ ശ്രദ്ധ നേടി. ഖാദിയുടെ പാരമ്പര്യവും പുതുതലമുറയെ ആകർഷിക്കുന്ന വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുമായി ഖാദി ഗ്രാമ വ്യവസായ ബോർഡും മേളയിൽ സജീവമായിരുന്നു. നെയ്ത്തിന്റെ തനിമ നേരിൽ കാണാനും ഖാദി ഉൽപ്പന്നങ്ങൾ വാങ്ങാനും ഇവിടെ അവസരമുണ്ടായിരുന്നു. ആവേശവും കൗതുകവുമാണ് ഈ കാഴ്ച. കുട്ടികൾക്ക് എന്താണെന്നറിയാത്ത കൗതുകമെങ്കിൽ മുതിർന്നവർക്കിത് ഇന്ന് ഇല്ലാത്തതിന്റെ നിരാശയോ. എങ്കിലും കഴിവുറ്റ നെയ്ത്ത് തൊഴിലാളികളുടെ പാരമ്പര്യ തനിമ പേറുന്ന ഖാദിക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ഖാദി മേഖല ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നാണ് ഞങ്ങളെ വിശ്വാസം. കാരണം ഇതൊരു പരമ്പരാഗത തൊഴിലാണല്ലോ. പുതിയ തലമുറയ്ക്ക് ഖാദി എന്താണെന്ന് അറിയില്ല. അപ്പം ഇങ്ങനെ കുറച്ച് സ്ഥാപനം ഉണ്ടെങ്കിൽ അവർക്ക് ഇത് എന്താണെന്ന് അറിയുള്ളൂ. ഇത് ഉപയോഗിച്ചാണ് സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കും. നവകേരളം വഴി കുട്ടികൾക്ക് ലഭിക്കുന്നത് മികച്ച അറിവിന്റെ ലോകം തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. പരുത്തി എന്ന് പറഞ്ഞ പഞ്ഞിയാണ്. പഞ്ഞി ഇങ്ങനെയായി വരും. അങ്ങനെ അത് സ്ലൈവറാക്കി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഉരുട്ടി കൊണ്ടുവരിക തമിഴ്നാട്ടിൽ നിന്ന്. അത് കൊണ്ടുവന്നിട്ട് ഞങ്ങളിത് ഇവിടുന്ന് നൂലാക്കി എടുത്തിട്ട് പാവാക്കുക, തുണിയാക്കുക, അങ്ങനെ തുണി വിൽപ്പനയ്ക്ക്. സംസ്ഥാനത്തെ ഖാദി ഉൽപാദനവും വിപണനവും പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്ത്രീ ശാക്തീകരണത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഡിജിറ്റൽ ശാക്തീകരണ സെമിനാറും മേളയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. സ്ത്രീകളുടെ ഡിജിറ്റൽ ശാക്തീകരണത്തിലേക്ക് മാർഗദർശനം നൽകിയും സൈബറിടങ്ങളിലെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പുമായാണ് കുടുംബശ്രീ സെമിനാർ സംഘടിപ്പിച്ചത്. കുടുംബശ്രീയും സ്ത്രീകളുടെ ഡിജിറ്റൽ ശാക്തീകരണവും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. കുടുംബശ്രീ സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പുത്തൻ സാങ്കേതിക വിദ്യകളുടെ സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തി ലോകത്തിനു മുൻപിൽ അവതരിപ്പിക്കണമെന്ന് ലിൻഡോ ജോസഫ് MLA പറഞ്ഞു. ഡിജി കേരളം, ഡിജിറ്റൽ സാക്ഷരത, ഡിജിറ്റൽ രംഗത്തെ തൊഴിൽ സാധ്യത, നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വിപണനം
തുടങ്ങിയ വിഷയങ്ങൾ സെമിനാറിൽ ചർച്ച ചെയ്തു. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം LG ലിജീഷ് അധ്യക്ഷത വഹിച്ചു. LSGD അസിസ്റ്റന്റ് ഡയറക്ടർ സജിന സത്താർ മോഡറേറ്ററായി. പ്രമുഖർ പങ്കെടുത്തു. 10 ദിവസത്തോളം കോഴിക്കോടിന് ഉത്സവ ചായ പകർന്ന് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത എൻ്റെ കേരളം പ്രദർശന വിപണന മേളയും ദേശീയ സരസ് മേളയും കോഴിക്കോടിന്റെ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു അനുഭവമായി മാറി. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള എൻ്റെ കേരളം പ്രദർശന വിപണന മേള നിറഞ്ഞ പങ്കാളിത്തത്തോടെയാണ് കോഴിക്കോട് ബീച്ചിൽ നടന്നത്. വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ 200ഓളം സ്റ്റാളുകളാണ് ഒരുക്കിയത്. കഴിഞ്ഞ 9 വർഷത്തെ വികസന ക്ഷേമ മുന്നേറ്റങ്ങളുടെ നേർക്കാഴ്ചയായിരുന്നു മേള. ആകർഷകമാക്കി ഒരുക്കിയ സ്റ്റാളുകൾക്ക് പുറമെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന പരിപാടികളാണ് കാഴ്ചക്കാരെ കൂടുതൽ ആകർഷിച്ചത്. ക്രിയേറ്റിവിറ്റി കോർണറുകൾ, കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സെമിനാറുകൾ, ഒരിക്കൽ കൂടി കാണാൻ കൊതിക്കുന്ന സിനിമകൾ തുടങ്ങിയവയെല്ലാം മികച്ച അനുഭവമായിരുന്നു കാണികൾക്ക് സമ്മാനിച്ചത്. സാങ്കേതിക വിദ്യകൾ പ്രദർശിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ് മിഷന്റെ എക്സ്പീരിയൻസ് സെന്റർ പവലിയൻ, ഫിറ്റ്നസ് സോൺ, ഹെൽത്ത്, ടൂറിസം, പൊതുമരാമത്ത് വകുപ്പുകളുടെ വികസന പാലം, സെൽഫി പോയിന്റ് തുടങ്ങിയവയെല്ലാം മേളയുടെ മറ്റൊരു ആകർഷണമായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ പ്രദർശിപ്പിച്ചതിനൊപ്പം സേവനങ്ങൾ ഉടൻ ലഭ്യമാകുന്ന സ്റ്റാളുകൾ, നിർമ്മിത ബുദ്ധി മുതൽ റോബോട്ടിക്സ് വരെയുള്ള സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തിയ സ്റ്റാർട്ടപ്പ് മിഷൻ പവലിയൻ, ഫിറ്റ്നസ് സോൺ, ഹെൽത്ത് സോൺ, കാർഷിക, ഭക്ഷ്യ, സാംസ്കാരിക മേളകൾ, ടൂറിസം പദ്ധതികളുടെ അവതരണം, ശാസ്ത്ര, സാങ്കേതിക, കായിക പ്രദർശനങ്ങൾ, സ്കൂൾ മാർക്കറ്റ്, പോലീസ് ഡോഗ് ഷോ എന്നിങ്ങനെ വൈവിധ്യമാർന്ന കാഴ്ചകളാണ് മേള സമ്മാനിച്ചത്. മൊബൈൽ ഫോണിൽ ഒതുങ്ങിക്കൂടുന്ന പുതുതലമുറയെ മറ്റൊരു ലോകത്തിലേക്ക് എത്തിക്കുകയാണ് കായിക വിനോദത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രദർശനം കാണാനെത്തുന്ന കുട്ടികൾ ആദ്യമെത്തുക ഇവിടേക്കാണ്. മൊബൈൽ ഫോണിൽ മാത്രം ചിലവഴിക്കുന്ന ഒരു തലമുറയെ ഇത്തരം വിനോദങ്ങളിലൂടെ വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യം. കൂടെ വരുന്നവർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടവും ഇവിടെ തയ്യാറാണ്. ഓരോ ദിവസവും വ്യത്യസ്ത കളികളാണ് കുട്ടികൾക്ക് മുന്നിൽ ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രദർശനമേളയിലെത്തുന്ന കുട്ടികൾക്ക് മികച്ച വേനലവധിക്കാലമാണ് ഈ മേള സമ്മാനിക്കുന്നത്. നാടിന്റെ വികസനവും ജനങ്ങളുടെ പങ്കാളിത്തവും ഒത്തുചേർന്ന എൻ്റെ കേരളം കോഴിക്കോട് പതിപ്പ് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും സംരംഭങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിലും വലിയ വിജയം കണ്ടു.